എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡെലിവറി സ്റ്റോറീൻ്റെ ബാക്കി ഭാഗമാണ്, അതായത് പാർട്ട് 2 ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ലേബർ റൂമിലേക്ക് പോകുന്ന ആ ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേബർ റൂമിൽ പോണ ആ ഒരു സമയത്ത് ഇങ്ങനെ നെഞ്ച് ടപ്പിന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡോറ് തുറന്നു അകത്ത് കയറി. അപ്പോൾ ഇതിക്ക് എൻ്റെ കൂടെ അമ്മ മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയോട് പറഞ്ഞു പുറത്ത് വെയിറ്റ് ഞങ്ങൾ അറിയിക്കാനൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ അകത്ത് പോയപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. അവിടെ ഒരു 2 പാർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഒരു സെക്ഷൻ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നടക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലരാണെങ്കിൽ ഈ ഒരു ഹാർട്ട് ബീറ്റ് നോക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ. ഇനി അത് കഴിഞ്ഞ് അപ്പുറത്തൊരു സെക്ഷൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡെലിവറി നടക്കുന്ന ആ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു. അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പം ലൈറ്റായിട്ടൊരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി രസമായിട്ടൊക്കെ തോന്നിയിട്ടോ ലേബർ റൂം കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ അവർ ജസ്റ്റ് ആ ഒരു ബെഡിൽ കയറി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ വന്നിട്ട്, ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഒന്ന് PV ചെയ്ത് നോക്കാം വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയി കേട്ടോ. അങ്ങനെ PV ചെയ്യാൻ പോയി. അവിടെ ഒരു 2 യൂണിഫോമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നി. ആ ഒരു മെയിൻ സെക്ഷനിൽ അപ്പുറത്തെ ആ ഒരു ഡെലിവറി നടക്കുന്നിടത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊരു യൂണിഫോമും ഇപ്പുറത്തുള്ള ആ ഒരു നഴ്സുമാർക്കും അവർക്കൊക്കെ വേറൊരു ഒരു ഡ്രസ് കോഡുമായിട്ട് തോന്നി കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ആളാണ് കേട്ടോ വന്നത്. അപ്പോൾ വന്നിട്ട് PV ചെയ്ത് നോക്കിയപ്പം ഈ ഒരു PV ചെയ്യണതിന് മുന്നേ ആയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡ്രസ്സ് ഞാൻ എനിക്ക് അന്നേരം പേടി കൊണ്ടിട്ട് ഞാൻ എവിടെയാണോ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്താണ് കേട്ടോ ആ ഒരു ഡ്രസ്സ് വെച്ചത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വെച്ചതിനെ ചൊല്ലിയിട്ട് ഈ ഒരു PV ചെയ്യാൻ വന്ന ആൾ വളരെ മോശമായിട്ടാണ് കേട്ടോ സംസാരിച്ചത്. സാധാ ഞാൻ ഇതിന് മുന്നേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും ഒക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഒരു ലേബർ റൂമിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വേദന കൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ അടിക്കുകയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കും ഉണ്ടായത്. അപ്പോൾ അവർ ആ ഒരു ഡ്രസ്സ് വെച്ചതിന് ഇതിന് വേണ്ടിയിട്ട്, ആ ഒരു ഡ്രസ്സ് അവിടെ വെച്ചു എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്, ആ ഒരു സിമ്പിൾ കാര്യത്തിനാണ് കേട്ടോ അവർ എന്നോട് അത്രയും ഷൗട്ട് ചെയ്ത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഫുൾ ഇതും പോയി കേട്ടോ. ആ ഒരു വന്നപ്പോൾ ലേബർ റൂം കണ്ടപ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ പോയി. എനിക്ക് ആ ഒരു PV അവർ ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു വിഷമമായിട്ട് തോന്നിയത് അവർ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. അങ്ങനെ എനിക്ക് PV ഒരു അസ്വസ്ഥതയായിട്ടാണ് തോന്നിയത്, വേദനയൊന്നും തോന്നിയില്ല. പക്ഷെ അവർ പറഞ്ഞ കാര്യം അങ്ങോട്ട് തറഞ്ഞു നിന്നു എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് PV കഴിഞ്ഞ് അപ്പം ആ കൂടെ ഒരു നേഴ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരെന്നോട് ആ ഒരു സിസ്റ്റർ നല്ല സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അത് അവിടെ ഡ്രസ്സ് വെച്ചുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. അപ്പം അത് ഇപ്പുറത്ത് വെച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് എവിടെ വെക്കണമെന്ന്. അപ്പം എനിക്ക് അന്നേരം പേടി കൊണ്ടിട്ട് ഞാൻ എവിടെയോ വെച്ചു, എനിക്ക് എവിടെയോ വെച്ചതെന്ന് കൂടി എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ അവർ വല്ലാണ്ടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ആ ഒരു ഫസ്റ്റിലത്തെ സ്ഥലത്ത് ആ ഒരു ബെഡിൽ വന്ന് കിടന്നു കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എങ്ങോട്ടെങ്കിലും ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഓടിപ്പോകണം. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ആയിട്ട് എന്നോട് പലരും പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും തിരക്കും ഏത് ഹോസ്പിറ്റലാണ് പോകണമെന്ന് തിരക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞ സമയത്ത് കേട്ടവരെല്ലാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് എന്തായാലും അങ്ങോട്ട് പോവല്ല, ജീവനെ കൊതിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോവല്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഓൾറെഡി പേടിച്ചിരിക്കുന്ന ഞാനാണ് കേട്ടോ. പിന്നെ ആ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും വലിയ കാര്യമൊന്നുമില്ല, അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. അവസാനം ഒരു സമയത്താണ്, അതായത് ഞാൻ ഈ അഡ്മിറ്റ് ആകണതിന് മുന്നേ ഒരു സമയത്ത് ഞാൻ പോയ സമയത്താണ് ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചത് ആ ഒരു ലാസ്റ്റ് സമയത്താണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയൊക്കെ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഡോക്ടർ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് ചെയ്യാത്ത കാരണം പിന്നെ ഞാൻ
അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ കേൾക്കും, അത്ര. അല്ലാണ്ട് ഒരു കാര്യവും ഞാൻ അങ്ങോട്ട് പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു ഡോക്ടറെയും പേടിയാണ്, എനിക്ക് ആ ഒരു ഹോസ്പിറ്റലും പേടിയാണ്. മൊത്തത്തിൽ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു PV ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് ചീത്തകളും കൂടി. അപ്പം മൊത്തത്തിൽ എനിക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടണം, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടണം, വേറെ എവിടെയെങ്കിലും പോകണം എന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സമയം വേറെ ആരും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ ഒരു ഫയലാണ്. ആ ഒരു ഫയൽ ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ആരും കാണാണ്ടിരിക്കാൻ ഫയൽ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അലർജിക്കുള്ള ഇത് മരുന്ന് വയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. അതൊക്കെ കുത്തിയിട്ട് പോയിട്ട് അപ്പോൾ ആൾ കാണുന്നുണ്ട് ഞാൻ കരയുന്നത്. അപ്പം അവർ വന്നപ്പോൾ ജസ്റ്റ് എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഓടിപ്പടിച്ച് വന്നു, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ വേദനയായിട്ടാണ് ഈ ഒരു ലേബർ റൂമിലേക്ക് വന്നത്, അപ്പോൾ ഈ ഒരു വേദന കൊണ്ടിട്ടാണ് ഞാൻ കരയുന്നതെന്ന് വെച്ചിട്ട് അവർ പെട്ടെന്ന് ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേദനയൊന്നുമില്ല, വേദനയൊക്കെ പോയെന്ന് പറഞ്ഞു. ആ സമയം ഉണ്ടായിരുന്ന ആ ഒരു വേദന ഇവരുടെ ഈ ഒരു സംസാരം കൊണ്ടിട്ടാണോ, ഞാൻ പേടിച്ചിട്ടാണോ, എനിക്ക് ആ ഒരു വന്ന വേദന ഫുൾ കംപ്ലീറ്റ് പോയിട്ടോ. പിന്നെ എനിക്കൊരു വേദനകളും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, അത്ര മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേദന ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വേദനയാണെന്നും പറഞ്ഞാൽ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതി ഒപ്പിട്ട് തരണം ഈ ഒരു ഇഞ്ചക്ഷൻ വേണ്ടാന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പം അവിടുന്ന് എമർജൻസി ആയിട്ട്, അപ്പോൾ അതിന് മുന്നേ സ്കാനിങ്ങിന് പോയിരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു പെയിൻ വന്നത്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ലേബർ റൂമിൽ നിന്ന് എമർജൻസി ആയിട്ട് ഞങ്ങൾ സ്കാനിങ്ങിന് വിടാം, അപ്പോൾ സ്കാനിങ്ങിന് പോയിട്ട് അതിന് റിപ്പോർട്ടും കൊണ്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ലേബർ റൂമിൽ നിന്ന് തന്നെ എന്നെ സ്കാനിങ്ങിന് അവർ കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരാഴ്ച കംപ്ലീറ്റ് നന്നായിട്ട് എല്ലാം നോക്കിയിട്ടുണ്ട്, അപ്പം വെള്ളം കൂടിയിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും വെള്ളം വീണ്ടും ഒന്നും കൂടി കുറയാണ് ചെയ്തത്. അതായത് നേരത്തെ 6 ഉണ്ടായിരുന്നതിൽ നിന്ന് 5 കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എനിക്കറിയാം എന്തായാലും എന്നെ ഇനി വിടത്തില്ല, അഡ്മിറ്റ് ആക്കുമെന്ന് എനിക്ക് തന്നെ മനസ്സിലായി കേട്ടോ. അങ്ങനെ തിരിച്ച് ലേബർ റൂമിൽ വന്നു. അപ്പോൾ ഡോക്ടറെ വിളിച്ച് വന്നപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ആക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വാർഡിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് എന്നെ പുറത്തിറക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ഫുള്ള് അമ്മയാണ് കേട്ടോ പുറത്തുണ്ടായിരുന്നത്. അമ്മ ഈ ഒരു സമയം എല്ലാ ആൾക്കാരെയൊക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ കയറാം, അപ്പോഴത്തേക്ക് നാളത്തേക്ക് വരാം. അപ്പോൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ എന്തായാലും സൺഡേ ഉണ്ടാകത്തില്ല, ഡോക്ടേഴ്സ് ഒന്നും സൺഡേയിൽ കാണത്തില്ല എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ കയറണ്ട, നാളെ എന്തായാലും ഉണ്ടാവത്തില്ല, അപ്പോൾ നാളെ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് ബുക്കിംഗ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു സമയം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമ്മൾ KSRTC അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി വരാനേ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ട്രെയിനാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം കയറിയാൽ മതി, ബുക്ക് ചെയ്തിട്ടൊക്കെ കയറി വന്നാൽ മതി എന്ന് പറഞ്ഞാലും ആൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡാണെങ്കിൽ അന്നത്തെ നൈറ്റ് തന്നെ വൈകുന്നേരം തന്നെ കിട്ടിയ ബസ്സിന് കയറി ഇങ്ങ് വന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് എത്തുന്നത്. അങ്ങനെ ആ ഒരു ദിവസം തന്നെ രാത്രിയിൽ ബസ്സിൽ കയറി പോരുന്നു കേട്ടോ. അങ്ങനെ പക്ഷെ ഞാൻ ആ ഒരു അഡ്മിറ്റായ ദിവസം ഞങ്ങൾ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സമയത്ത് എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും കുഞ്ഞമ്മയും അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങളിവിടെ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബാഗും അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഐറ്റംസൊക്കെ അവർ പറക്കിയെടുത്ത് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർ വാങ്ങിയൊക്കെ എനിക്ക് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ എല്ലാവരും എത്തിച്ചു. അങ്ങനെ ഒരു സമാധാനത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി എന്നെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു, ഇനി എനിക്ക്
എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, എങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല, ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടോ. അപ്പം ലേബർ റൂമിൽ കയറിയപ്പോഴുള്ള ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ട് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളൊരു കാര്യങ്ങൾ ഫുള്ള് പിടികിട്ടി. അപ്പം ഞാൻ ഇനി എന്ത് വന്നാലും ഈ ഒരു ഡെലിവറി കഴിയണ വരെ അല്ല ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇനി പോകുന്നത് വരെ ഇനി എന്തൊക്കെ അനുഭവിക്കണമെങ്കിൽ അതൊക്കെ ഞാൻ സഹിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചു കേട്ടോ. അപ്പം ഞാൻ തന്നെ എനിക്ക് കുറച്ചൊരു മോട്ടിവേഷൻ കൊടുക്കാൻ തുടങ്ങി. എന്തായാലും ഞാൻ സഹിക്കാം, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഇനിയിപ്പം എന്തായാലും വന്നു പോയി, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നേരിടാം എന്നുള്ള ഒരു രീതിക്ക് ഞാൻ തന്നെ പിന്നെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ ഒരു വാർഡിലായ പിന്നെ നമ്മളെപ്പോലെ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പം അവരുണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഡെലിവറിക്കായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഇവരുടെയൊക്കെ അമ്മമാരുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾ നടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ആ ഒരു വാർഡ് ഫുള്ള്, അതിൻ്റെ വെളിയിൽ ഫുള്ള് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് അഡ്മിറ്റായ ദിവസം പിന്നെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ വന്നിട്ട് 6 മണിക്ക് ലേബർ റൂമിലേക്ക് വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം PV ചെയ്തപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല കേട്ടോ. അപ്പം പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഡോക്ടർ വരും. അപ്പോൾ PVക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേബർ റൂമിൽ ഉണ്ടായിരുന്ന ഒരു 3-4 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ചായ കാപ്പി ഒന്നും കുടിക്കാണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരുന്ന് നമ്മൾ മടുത്തു കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്നത് ഒരു 10 മണിയായിട്ടാണ്. പക്ഷേ അന്നൊരു സംഭവം ഉണ്ടായി കേട്ടോ. അപ്പം അതുവരെ ഞാൻ ഡോക്ടറെ കാണുന്നത് എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ. പക്ഷെ അന്നത്തെ ദിവസം ഡോക്ടർ ആ ഒരു ലേബർ റൂമിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരിച്ച് കൂളായിട്ടാണ് കേട്ടോ വന്നത്. ആദ്യമായിട്ടാണ് ഡോക്ടർ ഒന്ന് ചിരിച്ച് ഞാൻ കാണുന്നത്. അപ്പം ഭയങ്കര കൂളായിട്ട് വന്നിട്ട് എന്തിനാണ് ഇവരൊക്കെ വന്നത്, ഇവരൊക്കെ ആരാണ് എന്നൊക്കെയുള്ളൊരു രീതിക്കാണ് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളോടൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയിട്ട്, ഓ ഡോക്ടർ ചിരിച്ചല്ലോ, അപ്പോൾ ഡോക്ടർ ഇവിടെയൊക്കെ ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ തോന്നി കേട്ടോ. അപ്പം അങ്ങനെ ഡോക്ടർ വന്ന് ഫസ്റ്റ് PVക്ക് എന്നെയാണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ PV ചെയ്ത് ഡോക്ടർ PV ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1.5 PV ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വേദന കാരണം കരഞ്ഞു പോയി. ആ ഒരു വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു. ഒരു അസ്വസ്ഥത പ്ലസ് വേദന എന്ന് പറയാം, രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. തലേ ദിവസം പക്ഷേ എനിക്ക് ചെയ്തത് അങ്ങനെ എനിക്ക് വേദനിച്ചില്ല, ആ ഒരു അസ്വസ്ഥതയായിരുന്നുവെങ്കിൽ ഡോക്ടർ ചെയ്തത് ഭയങ്കരമായിട്ട് വേദന പ്ലസ് അസ്വസ്ഥതയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നെ ഓപ്പറേഷൻ ചെയ്യണോടോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം എൻ്റെ കൂടെയുള്ള ആ ബാക്കി കുട്ടികളൊക്കെ ഇതിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഭയങ്കര വേദനയാണ്. അപ്പോൾ അവരൊക്കെ എൻ്റെ ഒരു കരച്ചിൽ കണ്ടിട്ട് അവരൊക്കെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോയി കേട്ടോ. ഇപ്പോൾ തിരിച്ച് ഈ ഒരു PV ചെയ്തതിന് ശേഷം നടക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ, ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നടന്നിട്ട് പിന്നെ ആ ഒരു ലേബർ റൂമിന് വെളിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സമയം ബ്ലീഡിങ്ങും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ഞങ്ങളുടെ PVയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഞങ്ങളൊരു 3 കുട്ടികളോട് പറഞ്ഞത് വൈകുന്നേരം 6 മണിക്ക് വന്നിട്ട് ഈ ഒരു ഡെലിവറി പെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗുളികകൾ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലേബർ റൂമിൽ നിന്ന് തിരിച്ചു പോയി. ഈ ഒരു സമയമായപ്പോഴത്തേക്കും വയറ് വശന്ന് ഒരു മാതിരി തലകറങ്ങാറായ ഒരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തലകറങ്ങി വീഴുമെന്നൊക്കെ തോന്നി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നെ തിരിച്ച് വാർഡിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം പോയി വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നല്ലോണം നടന്നു, അപ്പം വേദന പെട്ടെന്ന് വരും, അപ്പം നല്ലോണം നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്കും വേറൊരു കുട്ടിക്കുമാണ് കേട്ടോ നടക്കാൻ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അവളും കൂടി മാക്സിമം ആ ഒരു വരാന്ത ഫുള്ള്, ആ ഒരു വാർഡിൻ്റെ ആ ഒരു വരാന്ത ഫുള്ള് നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തുരുതുരാ നടന്നു.
അപ്പോൾ അവൾക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻ വന്നു തുടങ്ങി കേട്ടോ. ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു ഗുളികകളോ കാര്യങ്ങളോ ഒന്നും കഴിക്കാതെ തന്നെ ആൾക്ക് പെയിൻ വന്നു തുടങ്ങി. അങ്ങനെ അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് ഞാനും വേറൊരു കുട്ടിയും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരിൽ അവർക്ക് 2 ആൾക്കും ഡെലിവറി ഡേറ്റ് ആയിട്ട് അഡ്മിറ്റായ ആൾക്കാരാണ്. പക്ഷെ ഞാനെന്ന് വെച്ചാൽ ഡെലിവറിക്ക് ഒരു 20 ദിവസം പിന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൂയിഡ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അഡ്മിറ്റായ ആളുമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി, പിന്നെ ഞാനും വേറൊരു കുട്ടിയും കേട്ടോ, അവളും കൂടിയിട്ടാണ് പിന്നെ ലേബർ റൂമിൽ പോയി ഞങ്ങൾ പെയിൻ വരാനുള്ള കാര്യങ്ങളൊക്കെ ഗുളിക കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രി 10 മണിക്കൊരു ഗുളിക, പിന്നെ രാത്രി 2 മണിക്കൊരു ഗുളിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലേബർ റൂം വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു അസ്വസ്ഥത എന്ന് പറയാം കേട്ടോ. ഫസ്റ്റ് ഒരു അസ്വസ്ഥതയായിരുന്നു. പിന്നെ അങ്ങോട്ടൊരു വേദനയോ എന്താണെന്ന് അറിയാൻ വയ്യാത്ത, ഒട്ടും നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യാത്തൊരവസ്ഥ തുടങ്ങി. ഒന്നും ചെയ്യാനാകാത്തൊരവസ്ഥ. അപ്പം ഞാനാണെങ്കിൽ ആരോടും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ ഈ ഒരു വാർഡിൽ ഇരിക്കാമെന്ന് വെച്ചു. ചിലപ്പോൾ ലേബർ റൂമിലെങ്ങാനും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പം ആ ഒരു ഡെലിവറി പെയിൻ വന്ന കുട്ടി ആ ഒരു വാർഡിൽ അവിടെ ലേബർ റൂമിൽ ഇടയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ അവളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ എനിക്ക് ലേബർ റൂമിൽ പോയി കിടക്കണമെന്നേ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ആ ഒരു വാർഡിൽ തന്നെ ഇരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം നൈറ്റ് ഫുള്ള് ഉറങ്ങിയിട്ടില്ല. പേടിയാണോ ടെൻഷനാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. കൂടെ ഈ ഒരു വേദന കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടിട്ടും ആ ഒരു രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അമ്മ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നുണ്ട്. അമ്മയുടെ ക്ഷീണം കൊണ്ടിട്ട് ഇടയ്ക്ക് അമ്മയും ഉണരും. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ഉറങ്ങാണ്ട് കിടക്കാണ് കേട്ടോ. കൂടാതെ ഈ വാർഡിൽ ഫുൾ ആൾക്കാരായതുകൊണ്ട് ഇടയ്ക്ക് എല്ലാവരും ഉണർന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ബാത്റൂമിൽ പോകും. അപ്പോൾ ഇവരെല്ലാവരും പറയും ഒറ്റയ്ക്ക് പോകില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ എൻ്റെ കൂടെയൊക്കെ വരുമായിരുന്നു കേട്ടോ ആ ഒരു വാർഡിലായിരുന്ന സമയത്ത്. അപ്പം എൻ്റെ കൂടെ ആ ഒരു ഗുളികയൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിയാണെങ്കിൽ അവൾ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ കിടക്കുന്നത്. അവളാണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് കൂളായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അവൾക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട്. അപ്പോൾ എനിക്ക് മാത്രമാണെങ്കിൽ ഒരു പ്രശ്നം. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഡെലിവറി പെയിനാണ്, ഇപ്പം വരും ഡെലിവറി പെയിൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാവിലെ ആയിട്ടോ. അപ്പോൾ രാവിലെ 6 മണിക്ക് ഈ ഒരു ഡെലിവറി സമയത്ത് നമ്മൾ ഇടുന്ന ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലേബർ റൂമിലേക്ക് ചെല്ലണമെന്നാണ് ഞങ്ങളോട് 2 ആളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ രാത്രി ഉറങ്ങിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോയി കുളിയൊക്കെ കഴിഞ്ഞു പോയി ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടു. ഡ്രസ്സെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു വെള്ളമുണ്ട്, വെള്ള ഉടുപ്പ്, ഒരു വെള്ളത്തോർത്ത് കേട്ടോ, ഇതാണ് ഡ്രസ്സെന്ന് പറയുന്നത്. അപ്പോൾ തലേ ദിവസം നൈറ്റ് ഭയങ്കര ചർച്ചകളായിരുന്നു. ഈ ഒരു ഡെലിവറിക്ക് പോവുകയാണെങ്കിൽ 2 സൈഡും മുടിയൊക്കെ പിന്നിയിട്ട് കെട്ടിക്കൊണ്ട് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് വേദന വരുന്ന സമയത്ത് ഭയങ്കര ഇതായിരിക്കും. മുടിയൊക്കെ ചെറുതായിട്ട് കൊണ്ടാൽ തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനോ എന്തൊക്കെയോ ആണെന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ പിറ്റേന്ന് രാവിലെ എണീറ്റ് 2 സൈഡും മുടിയൊക്കെ കെട്ടി. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുടി 2 സൈഡും കെട്ടിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ ഓപ്പറേഷൻ ആണെങ്കിൽ കൂടി മുടിക്ക് 2 സൈഡും പിന്നി കെട്ടണം എന്നൊക്കെ നിർദ്ദേശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും ഇവൾക്ക് ഡെലിവറി പെയിൻ തുടങ്ങി കേട്ടോ. അപ്പം അവൾ അതുകൊണ്ട് തന്നെ എന്നെക്കാളും നേരത്തെ പോയി കേട്ടോ. അവൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് മുടി ജസ്റ്റ് ഒരു സൈഡൊന്ന് പിന്നി അവൾ നേരത്തെ അങ്ങ് പോയി കേട്ടോ എന്നെ കൂട്ടാണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് രാവിലെ ആയപ്പോൾ രാത്രിയിൽ വന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഫുൾ മാറി. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ വീണ്ടും കൂളായിട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ഇട്ടു. ഈ ഒരു സംഭവങ്ങൾ, അതായത് എന്താ ചെയ്തത് അന്ന് രാവിലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുകൊണ്ടിട്ട്, പിന്നെ ഒരു ചെറിയ കുറിയൊക്കെ നെറ്റിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 സൈഡും മുടിയൊക്കെ പിന്നെ കെട്ടി ബണ്ണൊക്കെ ഇട്ട്
അതിങ്ങനെ അടിപൊളിയായിട്ടുണ്ട് പോകുന്നത്. അപ്പം ഈ ഒരു സമയത്തൊക്കെ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡ് ഞായറാഴ്ച രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു രാത്രി 9 മണി വരെ എത്രയോ മണി വരെയാണ് അതായത് ഞങ്ങളുടെ ആ ഒരു ലേബർ റൂമിൻ്റെ അവിടെയും വാർഡിൻ്റെ അവിടെയൊക്കെ ഇരിക്കാൻ ഹസ്ബൻഡിന് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ താഴത്തേക്ക് പോകണം. അപ്പം പിന്നെ അവിടെ അലോ ചെയ്യത്തില്ല കേട്ടോ, ലേബർ റൂമിൻ്റെ അവിടെയോ ആ ഒരു പരിസരത്ത് ഒന്നും അലോ ചെയ്യത്തില്ല. അപ്പം രാത്രി ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, എന്നെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ലേബർ റൂമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഞാൻ ഇറങ്ങണതിന് മുന്നേ തന്നെ ആ ഒരു വാർഡിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ വാർഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു സമയം മനസ്സിൽ ഭയങ്കര ടെൻഷനും പേടിയാണ് കേട്ടോ. തലേ ദിവസം ആ ഒരു PV ചെയ്തപ്പോഴുണ്ടായ വേദന കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ ആ ഒരു ഇടപെടൽ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആ ഒരു പേടിയും ടെൻഷനും ഇനി എങ്ങോട്ട് എന്തൊക്കെ അനുഭവിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇനി എനിക്ക് ജീവനോടെ പുറത്തേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ആ ഒരു സമയത്ത് ഫുള്ള് മനസ്സിലിങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹസ്ബൻഡിനെ കണ്ടപ്പം ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ് തോന്നിയത്. അപ്പം ഞാൻ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കരയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ചോദിച്ചത് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നാണ്. അതായത് ആ ഒരു വെള്ളമുണ്ട്, വെള്ള ഉടുപ്പ്, ആ ഒരു വെള്ളത്തോർത്ത്, പിന്നെ മുടിയൊക്കെ 2 സൈഡിൽ പിന്നെ കിട്ടി, ആ ഒരു എൻ്റെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒരുക്കമൊക്കെ എങ്ങനെയുണ്ടെന്നാണ് കേട്ടോ. ഞാൻ അടുത്തേക്ക് പോയില്ല, ഞാൻ ദൂരെ നിന്നിട്ടാണ് ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം കഴിഞ്ഞ് ഞാൻ നേരെ ആരുടെയും മുഖത്ത് നോക്കിയില്ല, അമ്മയുടെയും മുഖത്ത് നോക്കിയില്ല, പിന്നെ ഹസ്ബൻഡിൻ്റെയും മുഖത്ത് നോക്കിയില്ല കേട്ടോ. ഞാൻ നേരെ ലേബർ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ തിരിഞ്ഞു പോലും അവരെ നോക്കിയില്ല കേട്ടോ. കാരണം ഞാൻ ഇനി തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലോ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാലോ ഞാൻ കരയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ആരെയും നോക്കാണ്ട് നേരെ അങ്ങ് കയറിപ്പോയി കേട്ടോ. അങ്ങനെ ലേബർ റൂമിൽ ഞാനാണെങ്കിൽ ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മറ്റേ കുട്ടിയാണെങ്കിൽ എന്നെക്കാളും മുന്നേ ചെന്നു. അപ്പോൾ ഇനി അവർ വഴക്കും അറിയുമെന്നൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അകത്തേക്ക് ചെന്നത്. അപ്പം അവിടെ ചെന്നപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവളാണെങ്കിൽ ആ ഒരു പെയിൻ വന്നുകൊണ്ട് തന്നെ ആ ഒരു കട്ടിലിൽ കിടന്നിട്ട് അവൾ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെന്നിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനും കൂടി ചെന്നപ്പോഴേക്കും അവർ ഞങ്ങളെ രണ്ടാളെയും കൂടി ആ ഒരു ലേബർ റൂമിൻ്റെ 2ാമത്തെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഡെലിവറി നടക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചേച്ചി ആ ഒരു ബെഡെന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ ഞങ്ങളെ അതിൽ കയറാൻ സഹായിച്ചു. ഞങ്ങളതിൽ കിടത്തിയിട്ടാണ് ആ ഒരു ചേച്ചി പോകുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ കിടത്തിയിട്ട്, അപ്പം ഫസ്റ്റത്തെ ബെഡിൽ ഇവളാണ് കിടക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. ഇനി ഞങ്ങളുടെ ഓപ്പോസിറ്റാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഡെലിവറി പെയിൻ മരുന്നൊന്നും എടുക്കാതെ തന്നെ ഡെലിവറി പെയിൻ വന്ന അവളെ കൊണ്ടുവന്നു. അവൾ അതിന് മുന്നേ വരെ അപ്പുറത്തെ സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് നല്ലോണം പെയിൻ വരാൻ തുടങ്ങിയ സമയത്ത് അവളെയും ഞങ്ങളുടെ ഇവിടെ ഈ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ആ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് അവൾ ഓപ്പോസിറ്റ് ബെഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ കരച്ചിലൊക്കെ ഞാൻ എപ്പോഴും കേൾക്കുവാണ് കേട്ടോ. അപ്പോൾ അവളുടെ കരച്ചിലും ഞാൻ കേൾക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ ഇപ്പുറത്തുണ്ടായിരുന്നു ഇവളുടെ കരച്ചിലും ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും നല്ലോണം നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രം പെയിനൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഡ്രിപ്പ് ഇട്ടു, ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ഡ്രിപ്പ് ഇട്ടു, വേദന വരാനുള്ള ഡ്രിപ്പ് ഇട്ടു. അപ്പോൾ എനിക്ക് ഡ്രിപ്പ് ഇട്ടിട്ടും എനിക്ക് ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ. എനിക്ക് ആ ഒരു തലേദിവസം നൈറ്റ് വന്ന ആ ഒരു വേദനയോ കാര്യങ്ങളോ അസ്വസ്ഥതയുണ്ട്. പക്ഷെ ഒരു വേദനയോ ഒരു ഡെലിവറി പെയിൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു വേദന എന്ന് പറയത്തക്ക കൊണ്ട് എനിക്കൊന്നും വന്നിട്ടില്ല. ഒരു അസ്വസ്ഥത എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത അസ്വസ്ഥത തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 6 മണിക്കാണ് കേട്ടോ ഈ ഒരു ബെഡിൽ കയറി കിടക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഒരു ഡ്രിപ്പും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം വേദന വരാൻ തുടങ്ങി. അപ്പോൾ ഇവൾ നല്ലോണം ഒച്ചയെടുത്ത് കരയാൻ തുടങ്ങി. അപ്പം ആ ഒരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലേബർ റൂമിൽ കുറേ സ്റ്റാഫുകളും എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 2 കുട്ടികളാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ആ ഒരു നമ്മുടെ വയറ്റിലൊരു സംഭവം വെച്ചേക്കുമല്ലോ, ആ ഒരു ഹാർട്ട് ബീറ്റ്, ബേബീൻ്റെ ഹാർട്ട് ബീറ്റ് കാണിക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത്, ആ ഒരു സംഭവം ഇങ്ങനെ ടപ്പ് ടപ്പ് അതിങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോഴത്തേക്ക് ആ കുട്ടികൾ വന്നിട്ട് അതിനകത്തൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഡെലിവറി പെയിനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ ഇല്ല. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അയ്യോ ഇതിൽ നോക്കി ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പുറത്തെ കുട്ടിയുടെ അവളുടെ അടുത്തേക്ക് പോയി കേട്ടോ.
പക്ഷേ ഈ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തും വന്നിങ്ങനെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം തോന്നിയിട്ടു. അപ്പം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ സ്റ്റാഫുകളെല്ലാവരും എത്തി തുടങ്ങി. അപ്പം ഇപ്പുറത്ത് കിടക്കുന്ന അവളാണെങ്കിലും നല്ലോണം ഒച്ചയെടുത്ത് കരയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം. അതായത് ആൺകുട്ടിയാണ്, കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു, കുഞ്ഞിനെ എൻ്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി ആ ഒരു വെയിറ്റ് നോക്കുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എനിക്ക് കാണാൻ പറ്റും ഇതൊക്കെ. അപ്പോൾ അവിടെ സെക്ഷനായിട്ട് കർട്ടൻസ് ഉണ്ടെങ്കിൽ അവരാരും ആ കർട്ടൻസ് ഒന്നും പിടിച്ചിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾക്കാരെ ആണെങ്കിലും സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ ആണെങ്കിലും എല്ലാവരെയും കാണാൻ പറ്റും. ഒരു ഡെലിവറി കണ്ട ഫീലൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങളും കരയുന്നതും എല്ലാം നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പം എല്ലാം കേട്ടിട്ട് ഞാനിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പുറത്തെ ഇവിടെ കിടന്ന് നല്ലോണം ഒച്ചയെടുത്ത് കരയുമ്പോഴത്തേക്കും ഈ പുതിയതായിട്ട് വന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, മോളെ ഇപ്പം നല്ലോണം അങ്ങനെ കരയില്ല, കാരണം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു എനർജി കിട്ടത്തില്ല, അപ്പോൾ ഇപ്പം കുറച്ചൊക്കെ മോളൊന്ന് സഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ കാര്യമായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടാതെ ഒരു സിസ്റ്റർ വന്നിട്ട് മോളെ നന്നായിട്ട് ബ്രീത്തിങ്, ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ നോർമൽ ഡെലിവറി, അതായത് എനിക്ക് ഡെലിവറി പെയിൻ വരുമ്പോൾ എങ്ങനെ ബ്രീത്തിങ്, ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങൾ, ഒരു നോർമൽ ഡെലിവറിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അത് അറിഞ്ഞിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ. അതായത് ഞാൻ യൂട്യൂബിൽ നോക്കി എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതായത് ആ ഒരു പെയിനെ എങ്ങനെ തരണം ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങൾ എല്ലാം, PV ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ച് എല്ലാം സെറ്റാക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും PV ചെയ്യാൻ നേരത്ത് ഈ ഒരു കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു കാര്യം കേട്ടോ. അപ്പം ഞാൻ ആ പഠിച്ച കാര്യങ്ങൾ, ആ ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ ആ കുട്ടിക്ക് ഇവർ ആ ഒരു അവിടെ നിന്ന് ആ ഒരു ലേബർ റൂമിലുണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടാതെ മോളെ കരയേണ്ട മോളെ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും മോളെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഡോക്ടർ എത്തി, അവളെ PV ചെയ്തു. പിന്നെ എന്തോ വാട്ടർ ബ്രേക്ക് എന്തോ കട്ട് ചെയ്യണ ഇതൊക്കെ കണ്ടു കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവളെ എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം എന്നെയും ചെയ്യുമെന്നൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാനും കിടക്കുന്നത്. ഇപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് അവളുടെ ഡോക്ടർ ആയതുകൊണ്ടാണ്, പിന്നെ അവൾക്ക് ഡെലിവറി പെയിനും കൂടി വന്നിട്ടുള്ളതുകൊണ്ടാണ് അവളെ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പിന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇതിപ്പോൾ അവളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്നെ വന്ന് ചെയ്യുമെന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ അവൾ നല്ലോണം ആ ഒരു പെയിനൊക്കെ അവൾക്ക് വന്നു തുടങ്ങിയ സമയത്ത് അവളുടെ അമ്മേനെയും കൂടി അലോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ സൈഡിലൊരു ചെയറൊക്കെ ഇട്ട് കൊടുത്ത് അവളുടെ അമ്മയും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അനങ്ങാണ്ട് കിടക്കുന്നത്, ബാക്കി എല്ലാവരും കിടന്ന് നിലവിളിക്കുന്നു, ഞാൻ മാത്രം ഇല്ലാണ്ട് കിടക്കുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇങ്ങനെ ചോദിച്ചിട്ട് മോൾക്ക് വേദനയൊന്നുമില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് സങ്കടമാണോ എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ഡെലിവറി പെയിൻ വരുന്നില്ല, ഇനി ഞാൻ എങ്ങനെ പ്രസവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നു. സങ്കടം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ, എന്തുകൊണ്ട് എനിക്ക് പെയിൻ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡോക്ടർ വന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്നു PV ചെയ്യാൻ പോയ സമയത്ത് എന്നെ കണ്ട പാടെ ഡോക്ടർ ചോദിച്ചു, താനല്ലേടെ ഇന്നലെ PV ചെയ്യാൻ സമ്മതിക്കാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. എനിക്ക് തലേ ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കരഞ്ഞേയില്ല. എങ്ങനെയെങ്കിലും ചെയ്യട്ടെ, എങ്ങനെയെങ്കിലും ഈ ഒരു PV കഴിയട്ടെ എന്ന് പറഞ്ഞ് കിടന്നു കേട്ടോ. അപ്പം ഡോക്ടർ ഇത് ആ ഒരു ദിവസം ഞാനാണെങ്കിൽ ഫുള്ള് ഇനി എന്ത് വന്നാലും സഹിക്കാം എന്നുള്ള ഒരു മനഃശക്തി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ആ ഒരു PV ചെയ്തപ്പോൾ കരഞ്ഞില്ല കേട്ടോ. വേദന ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ കരഞ്ഞില്ല. അപ്പോൾ ഞാൻ സഹകരിച്ചു കേട്ടോ. സാധാ എനിക്ക് ആ ഒരു ഇത് കയറി വരുമ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യണ്ടെന്നുള്ള രീതിക്ക് ഞാൻ പുഷ് ചെയ്യും, അങ്ങനത്തെ ഒരു ടെൻഡൻസി തോന്നും കേട്ടോ വേദന കൂടി വരുമ്പോഴത്തേക്ക്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ എന്തായാലും സഹിക്കണമെന്നുള്ള ഒരു രീതിയിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് PV ചെയ്തു കേട്ടോ. അപ്പോൾ PV ചെയ്തിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു വേദന ഇല്ലേടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലേ? അപ്പോൾ ഡോക്ടർ വിചാരിക്കുന്നത് ഇത്രയും ഗുളികയും കഴിച്ചു, ട്രിപ്പ് വിട്ട്, വേദനക്കുള്ള ട്രിപ്പ് വിട്ട്, എന്നിട്ടും വേദന വരുന്നില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ എന്നെ നോക്കുന്നത്. അപ്പം പറഞ്ഞു വേദന ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറാണെങ്കിൽ
പോയിട്ട് എന്തൊക്കെയോ അവരോട് പറഞ്ഞിട്ട് പോയി, എൻ്റെ കൂടെ ഒരു കാര്യങ്ങളും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ 10 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒന്നും പറഞ്ഞില്ല, അവരോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടർ പോയി കേട്ടോ. അപ്പോൾ ഡോക്ടർ പോയി കഴിഞ്ഞ് കുറേ നേരം ഞാനിങ്ങനെ കിടക്കാണ്ട് കേട്ടോ. എനിക്ക് വേദന വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു സമയമൊക്കെ ഞാൻ കിടക്കുന്നത്. പക്ഷേ എനിക്ക് വേദന വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പുറത്തെ ബെഡിൽ ഒരു കുട്ടി വന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് എന്നായിരുന്നു DRC എന്നാണ് അവർ പറയുന്നത് കേട്ടത്. അപ്പോൾ DRC എന്ന് പറഞ്ഞിട്ട് ആണ് ഇവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടത് കേട്ടോ. അപ്പോൾ ഡെലിവറി അല്ല, DRC എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ കുട്ടിയുടെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു താങ്ങാൻ പറ്റാത്തൊരു നിലവിളിയായിരുന്നു കേട്ടോ. അപ്പം ഡോക്ടേഴ്സ് എന്തൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല, അപ്പോൾ എന്നെ വേറെ ഹോസ്പിറ്റലിൽ വിട്, എന്നെ ഇവിടുന്ന് വിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ കരയുകയാണ് കേട്ടോ. അപ്പം എൻ്റെ തൊട്ടപ്പുറത്തെ ബെഡിലായതുകൊണ്ട് തന്നെ എനിക്കത് ഇങ്ങനെ കാതിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് അവർ ഭാഗ്യത്തിന് എനിക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ബെഡിൻ്റെ സൈഡിലെ കർട്ടനും അതിൻ്റെ ചുറ്റുമുള്ള കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ആരുടെ ഇട്ടില്ലെങ്കിലും അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടി എനിക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടിയെ മാക്സിമം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറും പറയുന്നുണ്ട്, പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വന്ന് ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിയുടെ അമ്മയെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മയും വിളിച്ചുകൊണ്ട് വന്ന് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു കരച്ചിൽ എനിക്ക് ഇപ്പോഴും ഓർക്കാൻ കൂടി വയ്യ കേട്ടോ. അത്രയ്ക്കും വേദനയാണ്. എനിക്കറിയത്തില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത് പറയാനറിയത്തില്ല. പക്ഷെ ആ ഒരു കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നമുക്ക് കരയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ചുറ്റുമുള്ള എല്ലാവരുടെയും കരച്ചിലുകളും കേട്ട് എനിക്ക് വയ്യ കേട്ടോ. എനിക്ക് മടുത്തു. എനിക്ക് ആ ഒരു ലേബർ റൂമിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ കുട്ടിയുടെ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കുട്ടിക്കൊരു ആശ്വാസമായി എന്ന് തോന്നുന്നു. അങ്ങനെ ബാക്കി 2 ആളുടെയൊക്കെ ഡെലിവറി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കരച്ചിലുകൾ, കുഞ്ഞിൻ്റെ കരച്ചിൽ ആൺകുട്ടിയാണെന്നാണ് കേട്ടോ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ആൺകുട്ടികളായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ അവരെടുത്തോണ്ട് പോകണേ, ഇതൊക്കെ എനിക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാം, പക്ഷെ അവരുടെ കരച്ചിലുകൾ, അവർ പറയുന്ന കാര്യങ്ങൾ, ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടി സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ലേബർ റൂമിൽ നിന്ന് രക്ഷപ്പെടണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഈ ഒരു എനിക്കിട്ടേക്കുന്ന ട്രിപ്പിൽ നോക്കുമ്പോൾ അതിങ്ങനെ ഒട്ടും എനിക്ക് വീഴുന്നില്ല കേട്ടോ. അപ്പോൾ ട്രിപ്പ് വീഴുന്നില്ല. അപ്പം ഞാൻ നേഴ്സുമാരിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എൻ്റെ ട്രിപ്പ് കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പെയിൻ വരാത്തതുകൊണ്ട് ഡോക്ടർ ചിലപ്പോൾ ഇനി വെറുതെ മരുന്ന് കയറ്റണ്ടെന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോയതായിരിക്കും. അങ്ങനെ ഡോക്ടർ പോയപ്പോഴേ അത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് ആ ഒരു കാര്യം കൂടി, ആ ഒരു പ്രതീക്ഷയും കൂടി ഇല്ലാതായി. ഇനിയിപ്പോൾ വേദന വരത്തില്ലായിരിക്കും, ഇനി എന്നെ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വന്നു. ആ ഒരു ട്യൂബ് ഡോക്ടർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്യൂബ് കണ്ടപ്പോഴേക്കും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. ആ ഒരു യൂട്യൂബിലെ വീഡിയോസിൽ ഈ ഒരു യൂട്രസ് വികസിക്കാൻ എന്ത് സംഭവത്തിനാണെന്ന് എനിക്കറിയില്ല, ഒരു ട്യൂബ് കയറ്റും. അത് വികസിക്കാനാണോ പെയിൻ വരാനാണോ എന്തോ കാര്യത്തിനൊരു ട്യൂബ് കയറ്റും എന്നുള്ള ഒരു കാര്യം ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. അത് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണെന്നും പലരും പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ കൊണ്ടുവരുന്ന ആ ട്യൂബ് ആ സാധനമാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പം ദൈവമേ ഇനി ചത്തു എന്നുള്ള രീതിക്കാണ് കേട്ടോ. അവിടെ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. അപ്പം ഇപ്പം ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും ദൈവമേ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഇങ്ങനെ കടിച്ച് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ആ ഒരു ട്യൂബ് കയറ്റുന്ന നേരത്ത്. അതെന്ന് വെച്ചാൽ യൂറിൻ ട്യൂബായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ആശ്വാസം തോന്നി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും പോയിട്ട്, അപ്പോൾ അപ്പോഴും എൻ്റെ കൂടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആ ഒരു സമയത്താണെങ്കിൽ എനിക്ക് നമ്മൾ ആ ഒരു ബെഡിൽ 6 മണിക്ക് കിടക്കുന്ന സമയം തൊട്ടേ ഇടത്തെ സൈഡിന് ചരിഞ്ഞ് കിടക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ കിടന്ന് മടുത്തു കേട്ടോ.
ഒരു തരം എന്താ പറയുക, ഒരു അസ്വസ്ഥത തുടങ്ങിയിട്ടോ. അപ്പോൾ ഇനി ഒന്ന് ചരിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നേരെ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് എനിക്ക് എണീറ്റിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു അസ്വസ്ഥത തുടങ്ങിയിട്ടോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മരിക്കൂ എന്നുള്ളൊരവസ്ഥ. അങ്ങനെ ഞാനാണെങ്കിൽ കുറേ സമയം ഇങ്ങനെ കിടന്നിട്ട് ഞാനാണെങ്കിൽ അവിടുത്തെ സിസ്റ്ററോട് പറഞ്ഞു ഞാനൊന്ന് ചരിഞ്ഞ് അപ്പുറത്തോട്ട് കിടന്നിട്ട്. ഇപ്പോൾ അവർ പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തന്നെ കിടക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് കിടന്നു. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു വിഷമം കാരണം ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞു ഇനി ഇച്ചിരി നേരം ഒന്ന് ഇങ്ങോട്ടൊന്ന് ആയിക്കോ, എന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടോ ഇപ്പുറത്തെ സൈഡിലേക്ക്. ആ ഒരു സമയം ബാക്ക് പെയിൻ ഇങ്ങനെ കൂടി വന്നു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് അപ്പുറത്തേക്ക് ആയപ്പോഴേക്കും കുറച്ചൊരു ആശ്വാസം തോന്നി. അങ്ങനെ കിടന്ന് മടുത്ത അവസാനം അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഡെലിവറിയുടെ ആ ഒരു ഇതും അവരുടെയൊക്കെ കരച്ചിലുകളും എല്ലാം കേട്ട് എനിക്ക് മടുത്തു വിട്ടു. എനിക്ക് വയ്യ, എനിക്കിനി എങ്ങനെയെങ്കിലും ഒരു ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് അപ്പുറത്തെ കുട്ടി, അവൾക്കാണെങ്കിൽ ഓപ്പൺ ആവുന്നില്ല കേട്ടോ. കുറച്ച് ഓപ്പണായി, പക്ഷെ ബാക്കി അങ്ങോട്ട് ഓപ്പൺ ആവുന്നില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു അവളുടെ അവസ്ഥ. പക്ഷെ വേദന അവൾക്ക് അങ്ങോട്ട് വരുന്നതോറും അവൾ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആരും ഒന്നും വിചാരിക്കില്ല, എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നിലവിളിക്കുന്നത്, ആരും ഒന്നും വിചാരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവളോട് പറഞ്ഞത് മോളെ നീ എത്ര വേണമെങ്കിലും നിലവിളിച്ചോ, ഞങ്ങൾ ആരും നിന്നെ ഒന്നും പറയത്തില്ല, പക്ഷെ നീ ഇപ്പോഴേ ഇങ്ങനെ നിലവിളിച്ചു കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്കും നിനക്ക് ആ ഒരു എനർജി ഉണ്ടാകത്തില്ല, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും, അതുകൊണ്ടിട്ടാണ് മോളെ ഇങ്ങനെ കരയില്ലെന്ന് പറയുന്നത്. അപ്പം മോളെ എന്ന് വിളിച്ചിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയ്ക്കും എല്ലാവരും ആ ഒരു ഡെലിവറിക്ക് ഉള്ള ആൾക്കാരോട് അത്രയ്ക്കും നന്നായിട്ടാണ് കേട്ടോ ആ ഒരു സെക്കൻഡ് സെക്ഷനിലുണ്ടായിരുന്ന എല്ലാവരും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ആൾക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത്രയും നല്ല ഒരു എന്നൊക്കെ തോന്നി കേട്ടോ. ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം കൂടാണ്ട് എനിക്ക് ഈ ഒരു പെയിനൊന്നും വരാത്തതുകൊണ്ട് എനിക്ക് വിഷമവും സഹിക്കാൻ വയ്യ, എന്നെ ഇനി ഇവരെന്ത് ചെയ്യുമെന്നൊക്കെയാണ് കേട്ടോ ഞാൻ ആ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം ഒരു 12:30 ആവാറായി കേട്ടോ. ആ ഒരു സമയത്ത് ഞാനൊരു സിസ്റ്റർ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു എന്നെ ഇനിയിപ്പോൾ എന്തോ ചെയ്യുമായിരിക്കും എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ മോൾക്ക് ഓപ്പറേഷനാണ്, മോളെ ഇപ്പം വന്ന് കൊണ്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞു. ആ ഒരു സമയം വരെ എനിക്കറിയത്തില്ല കേട്ടോ. രാവിലെ ഡോക്ടർ പോയപ്പോഴേ ഇവരോട് എനിക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നോടൊന്നും പറയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അതുവരെ എന്നെ ഇനി എന്തോ ചെയ്യും എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു നിമിഷം ഓപ്പറേഷൻ എന്നൊരു വാക്ക് കേട്ടത് എനിക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, ഓപ്പറേഷൻ ചെയ്താലും എന്തോ ചെയ്താലും എനിക്ക് ഒരു വിഷയമില്ല, എനിക്ക് ആ ഒരു ലേബർ റൂമിൽ നിന്ന് പുറത്തു പോകണം, അത്രേ എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുവരെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും പേടിയുള്ള ഒരാൾ ആ ഒരു ലേബർ റൂമിൽ കിടന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ എനിക്ക് മതിയായി കേട്ടോ. എനിക്കിനി എന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതി. ആ ഒരു ഓപ്പറേഷൻ എന്ന് വാക്ക് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം, എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയാൽ മതി കേട്ടോ അവിടുന്ന്. അങ്ങനെ അതേസമയം പുറത്ത് ഹസ്ബൻഡിനോടും അമ്മയോടും ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓപ്പറേഷൻ ആണെന്ന് അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ ഒഴിവില്ല, അപ്പം എപ്പോൾ ഒഴിവാകുന്നോ എപ്പോൾ അവിടെ ഫ്രീ ആകുന്നോ അപ്പോൾ എന്നെ കൊണ്ടുപോകും. ഫസ്റ്റ് തന്നെയാണ് അന്നത്തെ ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുപോകുമെന്ന് പുറത്ത് ഹസ്ബൻഡിനോടും അമ്മയോടും ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ പേടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എന്നെ പുറത്ത് കൊണ്ടുവന്നു, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ലേബർ റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. അമ്മേനെയും ഹസ്ബൻഡിനെയും എല്ലാവരെയും വിളിച്ചു. അപ്പോൾ എല്ലാവരെയും കണ്ടു. അങ്ങനെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെയാണെങ്കിൽ കുറേ ആൾക്കാരിങ്ങനെ വന്ന് കൂടി നിന്നിട്ടുണ്ടായിരുന്നു. ഇല്ല നമ്മളേക്ക് സ്വീകരിക്കാൻ വരുന്ന പോലെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ആൾക്കാരാണ് കേട്ടോ. അപ്പം അതിൽ ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ വയറ്റിൽ വെച്ച് നോക്കി എന്ത് ഭാവയാണെന്ന് അറിയാമോ, എന്തൊക്കെ പേര് കണ്ടുവച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം അതൊക്കെ അങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അപ്പം ഞാൻ ആ ഒരു സമയത്ത് കയ്യിൽ ഒരു പച്ച കളർ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളാലോ പച്ച കളറൊക്കെയാണ് അടിച്ചേക്കുന്നത്,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂളാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അവർ കുറേ ചെറുപ്രാന്ന് പറഞ്ഞ് ഫാസ്റ്റായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ആ ഒരു അനസ്തേഷ്യയുടെ സമയമായി കേട്ടോ. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുവരെ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴേക്ക് എനിക്ക് മനസ്സിൽ വാവയെ ഉടനെ കാണാം എന്നുള്ള ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കുക്കുളുവിനെ ഉടനെ കാണാം. അപ്പം അതുവരെ ഞാനൊരു ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് 9 മന്ത് വരെ ഈ ഒരു കുഞ്ഞിപ്പെണ്ണ് വരുന്നവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ആള് വയറ്റിലുണ്ടായിരുന്നപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് കുക്കുളു എന്നാണ് കേട്ടോ. അപ്പോൾ കുക്കുളു ഉടനെ വരും, അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷം ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു അനസ്തേഷ്യൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും അവരെന്നെ വളയ്ക്കാൻ തുടങ്ങിയിട്ടോ. മാക്സിമം വളയെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം എന്നെ ഒടിച്ച് മടക്കി ചുരുട്ടി ആൾ അപ്പം ഞാൻ വിചാരിച്ചു നട്ടലിനല്ലേ കുത്തുന്നത്, ഇപ്പോൾ എൻ്റെ പൊന്നെ എന്തൊരു വേദനയായിരിക്കും സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ എന്തോ ഒരു വൈബ്രേഷൻ പോയ പോലെ തോന്നിയിട്ടോ. ഒന്ന് കുത്തിയപ്പോഴത്തേക്കും എൻ്റെ ഇടത്തെ കാലിലോ വലത്തെ കാലിൽ കൂടി പെട്ടെന്നൊരു മിന്നൽ പാഞ്ഞ പോലെ തോന്നി. അപ്പം അന്നേരം ഞാനൊന്ന് വെട്ടിയിട്ടോ. അപ്പോൾ അവരെന്നെ പിടിച്ചങ്ങനെ കിടത്തി. അത്ര മാത്രമേ ആ ഒരു അനസ്തേഷ്യ കുത്തിയതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴത്തേക്കും ഒരു വൈബ്രേഷൻ ഇങ്ങനെ പോയി, അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവരെന്നെ നേരെ കിടത്തി. പിന്നെ വെരി ഫാസ്റ്റ് എന്നൊക്കെ അവർ പറയുന്നതായിട്ട് ഇപ്പോൾ ഡോക്ടർ വന്ന് പച്ച ഡ്രസ്സൊക്കെ ഇട്ട് ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം അതുവരെ എനിക്ക് ഡോക്ടറോട് ഭയങ്കര ഒരു ഇഷ്ടക്കേടോ പേടിയോ എന്തൊക്കെയോ ആയിരുന്നെങ്കിലും, പക്ഷെ ആ ഒരു ദിവസം എനിക്ക് ഡോക്ടറോട് ഭയങ്കര സ്നേഹം, എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു കണ്ണിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴത്തേക്കും ഇതിന് മുന്നേ എൻ്റെ ഡെലിവറിക്കൊക്കെ പോണതിന് മുന്നേ കുറച്ച് പേര് എൻ്റെ കൂടെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെയൊക്കെ ഓപ്പറേഷൻ്റെ സമയത്ത് അവരിങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേളിലത്തെ ലൈറ്റിൽ കൂടി ഇവർ ഓപ്പറേഷൻ ചെയ്യുന്ന കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതങ്ങാണ്ട് കണ്ണ് തുറന്ന് കിടന്ന് ഇതങ്ങാണ്ട് കണ്ടിട്ട് ഇനി ബോധം കെട്ട് പോകുമോ, BP കൂടുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ കണ്ണടച്ച് പിടിച്ച് കിടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണടച്ച് പിടിച്ച് കിടന്നു. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാം, പറപ്രാന്ന് ഇങ്ങനെ കീറുന്നതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കാം. പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു കാര്യം, എനിക്ക് അവർക്ക് മരവിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വയ്യാട്ടോ. അപ്പോൾ ഡോക്ടർ എൻ്റെ കൂടെ പറഞ്ഞു, കീറുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു ഇങ്ങനെ വലത്തേക്കാല് പൊക്ക് ഇടത്തേക്കാല് പൊക്ക് ഏതോ ഒരു കാല് പൊക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മറ്റേ കാല് പൊക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നാൽ പൊക്കിക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാക്സിമം പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കീറുന്നതിന് മുന്നേ വരെ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ അവിടെ മരവിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ കീറുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുമോ എന്നൊക്കെ പേടിച്ചാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പറപറ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കീറുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് ഒന്നും തോന്നുന്നില്ല കേട്ടോ. സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം, എല്ലാം നമുക്ക് അറിയാനൊക്കെ പറ്റും. പക്ഷെ ആ ഒരു വേദനയും കാര്യങ്ങളൊന്നും എടുക്കത്തില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് ടപ്പേന്നായിരുന്നു കേട്ടോ. പെട്ടെന്നാണെങ്കിൽ ഡോക്ടറിനോട് പറഞ്ഞു, അവരെൻ്റെ കണ്ണിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു ദീപിക പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പൊക്കി കാണിച്ചു വിടും. അപ്പം പൊക്കി കാണിച്ച സമയത്ത് കുഞ്ഞു പെണ്ണിനെ കണ്ട സമയത്ത് എനിക്കറിയാൻ വയ്യ കേട്ടോ. ആള് ഭയങ്കര ക്യൂട്ടാണ്. എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. കണ്ണെടുക്കാൻ തോന്നാത്തൊരവസ്ഥ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഡോക്ടറല്ലേ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഡോക്ടർക്ക് 2 സൈഡിലും മാലാഖമാരുടെ ഒരു ചിറകില്ല, അതൊക്കെ ഉള്ള പോലെയാണ് കേട്ടോ ആ ഒരു സമയം തോന്നിയത്. അപ്പോൾ ഞാൻ ഡോക്ടറുടെ മുഖത്തും കുറച്ച് നേരം നോക്കിയിട്ടു. അപ്പോൾ ഡോക്ടറൊക്കെ ഈ കുഞ്ഞിനെ കാണാത്തതുകൊണ്ടാണോ എന്നെ നോക്കണേന്നുള്ള രീതിക്ക് ഡോക്ടർ പിന്നെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയല്ലേ നോക്കുന്നതെന്നുള്ള രീതിയിൽ പിന്നെ ഡോക്ടറും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഇനി കുഞ്ഞിനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കുഞ്ഞിനെ ഇങ്ങനെ എൻ്റെ സൈഡിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കുഞ്ഞിനെ അവരെന്തൊക്കെയോ ചെയ്യണം എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ ഉള്ള സമയം പറഞ്ഞത് ഈ ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞിനെ എന്തൊക്കെയോ ചെയ്യണേ അങ്ങനെയൊക്കെ നോക്കി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അവർ എന്നെ വീണ്ടും പുറത്തിറക്കിയിട്ടു. അപ്പം പുറത്ത് ഇറക്കിയ സമയത്ത് ആരുമില്ലായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയ സമയത്ത് ആകെ അമ്മ,
അമ്മയും മാമനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി ആരെയും കണ്ടില്ല കേട്ടോ. അപ്പം എന്നെ കൊണ്ടുപോയി അവർ പറയുന്നുണ്ട്, ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ എല്ലാവരും കൂടി പോയോ, എന്താ ഇവിടെ ആരും ഇല്ലാത്തത്, അമ്മേനെ കാണാൻ എന്തുകൊണ്ട് ആരും ഇല്ലാത്തതെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കുഞ്ഞിനെ ലേബർ റൂമിൽ കൊണ്ടുപോകാൻ കുറച്ച് പേര് പോയി. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളുടെ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ അതും ഇതുമൊക്കെ വാങ്ങണമെന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ. അങ്ങനെ അതൊക്കെ കൊണ്ട് ഹസ്ബൻഡ് ആ ഒരു സമയം നെട്ടോട്ട് ഓടുകയായിരുന്നു. അപ്പോൾ എന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് ICUയിൽ കയറ്റി. അപ്പോൾ ICUയിൽ കയറ്റിയപ്പോഴത്തേക്കും അപ്പം ഞാൻ കുഞ്ഞിനെ ആ ഒരു സമയത്ത് കണ്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ടേയില്ല. പിന്നെ കുറേ കഴിഞ്ഞ് പാൽ കുടിക്കാൻ കൊണ്ടുവരുമ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിനെ കാണുന്നത്. അന്നേരം ഡോക്ടറാണെങ്കിൽ ഇങ്ങനെ എടുത്തു പൊക്കി കാണിക്കുമ്പോൾ നമുക്ക് നേരെ കാണാമായിരുന്നു. പക്ഷെ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ തല ചരിക്കാനോ അങ്ങോട്ട് ചരിക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട്, പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ അമ്മ കുഞ്ഞിനെ കൊണ്ടുവരും, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. ആ സമയത്ത് ഇങ്ങനെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇച്ചിരിയെ കാണാൻ പറ്റത്തുള്ളായിരുന്നു, നന്നായിട്ട് അവൾ കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം നല്ലോണം കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ടുപോയി ICUയിലേക്ക് കയറ്റിയ സമയത്ത് ഹസ്ബൻഡ് വന്നിട്ട് എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ കാണിക്കത്തില്ല. പിന്നെ എന്നെ ആ ഒരു ICUയിൽ അന്നത്തെ ദിവസം കയറ്റിയിട്ട് ഒരു 5.5 മണിക്കൂർ എന്തോ കഴിഞ്ഞപ്പോൾ എന്നെ പുറത്തിറക്കിയിട്ട് അവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വാർഡുണ്ട് കേട്ടോ. ആ ഒരു വാർഡിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഫുൾ ഡേ നമ്മളെ ICUയിലൊന്നും കിടത്തത്തില്ല. കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് കേട്ടോ, വാർഡിലേക്ക് ഷിഫ്റ്റ് ആക്കും. അപ്പോൾ അന്നേരം കാണാൻ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറക്കുക. അപ്പോൾ അന്നേരം കാണാൻ അവിടെയുള്ള ആൾക്കാർ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം ഈ ഒരു സമയത്ത് എൻ്റെ കൂടെ അപ്പുറത്ത് ആ ഒരു ലേബർ റൂമിൽ അപ്പുറത്ത് കിടന്നിട്ട് പെയിൻ വന്ന ആ കുട്ടിയിൽ അവൾക്കും അത് വികസിക്കാത്തതുകൊണ്ട് തന്നെ അവളെയും ഓപ്പറേഷൻ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓപ്പറേഷൻ അവളുടെ ആയിരുന്നു. അപ്പോൾ അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെയും ICUയിൽ എൻ്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ ഒരു കർട്ടൻ ഉണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് ഞങ്ങൾക്ക് കാണാം, രണ്ടാളുടെ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അപ്പോൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിനെ കാണാൻ തോന്നുന്നുണ്ടെന്നൊക്കെ അവൾ എൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല, എനിക്കും കാണാൻ തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് വേദനയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. മരവിച്ച് കിടക്കുകയാണ്. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദനയൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ ഒരു വേദന എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്നൊരു എന്തെങ്കിലും കീറുന്നതല്ലേ, അപ്പോൾ ആ ഒരു വേദന താങ്ങാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ വേദന ഇങ്ങനെ പയ്യെ കൂടിക്കൂടി വന്നു. അപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, അപ്പോൾ ഈ സമയത്ത് ട്രിപ്പ് ഇങ്ങനെ തുരുതുരാ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് ഇടുന്ന ഞാൻ വിചാരിക്കുന്നത് വേദന കുറയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ആകാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഒരു ഫുഡോ കാര്യങ്ങളോ വെള്ളമോ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം അതിൻ്റെയും ആകാം കേട്ടോ. അപ്പോൾ ട്രിപ്പ് ഇങ്ങനെ തുരുതുരായിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് വേദന കുറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വരുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് വിറയ്ക്കലാണ് കേട്ടോ. ഇങ്ങനെ വിറച്ച് കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ എൻ്റെ മണ്ടയിൽ വയ്ക്കുമ്പോഴത്തേക്കും കുഞ്ഞും എന്നോടൊപ്പം ഇങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പോൾ അമ്മ അവരോട് പറഞ്ഞു ഇങ്ങനെ നല്ലോണം വിറയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ സാധാരണയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കമ്പിളി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ പുറത്ത് പോയി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് എനിക്കൊരു കമ്പിളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പോൾ അങ്ങനെ അവർ അതൊക്കെ ഇട്ട് പൊതിച്ചൊക്കെ തന്നു. അങ്ങനെ വേദന പിന്നെ എന്തായാലും സഹിക്കണമല്ലോ, അപ്പം വേദന നല്ലോണം കൂടി വന്നുകൊണ്ടിരുന്നു. പിന്നെ ട്രിപ്പുകളൊക്കെ ഇങ്ങനെ തുരുതുരാ കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ട്രിപ്പ് കയറാണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയും ട്രിപ്പ് കയറണില്ല എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുമായിരുന്നു. അങ്ങനെ അവർ വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് വേദന കുറയാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പായിരുന്നേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് കയറാതിരിക്കുമ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഓപ്പറേഷൻ എൻ്റെ ആയിരുന്നു. ഫസ്റ്റ് എന്നെയാണ് പുറത്തിറക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഹസ്ബൻഡിനെയൊക്കെ കണ്ടു. അപ്പോൾ എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങുന്നത്. കാരണം എന്നെ ആ ഒരു സ്ട്രെച്ചറിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റാൻ വേണ്ടി, നമ്മൾ അവിടെ കിടക്കുന്ന ആ ഒരു ബെഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്
വന്ന ചേച്ചിമാർ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തൊടത്തില്ല, തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അവിടെ വേദനയാണ് ഇവിടെ വേദനയാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് മോള് പയ്യനെ ഇങ്ങോട്ട് മാറിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പയ്യനെ ഞാൻ തന്നെയാണ് കേട്ടോ സ്വയം ഇങ്ങനെ മാറി മാറി ഈ ഒരു നിരങ്ങി ഈ ഒരു ഇതിൽ കയറി കിടക്കുന്നത്. അങ്ങനെ അവരെന്തൊക്കെയോ എന്നോട് കോമഡികൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ട് ചിരിച്ചിട്ടാണ് കേട്ടോ അവർ ICUവിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഹസ്ബൻഡിനെയൊക്കെ കണ്ടു, പക്ഷെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് അങ്ങോട്ട് നോക്കാനോ ഇങ്ങോട്ട് നോക്കാനോ ഇങ്ങനെ നോക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ നേരെ എന്നെ കൊണ്ടുപോയി ആ ഒരു ICUവിൽ കയറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരാളെ നമ്മുടെ കൂടെ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ നൈറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അന്നത്തെ നൈറ്റ് ഫുൾ ആൾ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് കേട്ടോ ആൾ ഉറങ്ങുന്നത്. ആ ഒരു നൈറ്റ് ഫുൾ അമ്മ അവിടെ ആ ഒരു വാർഡ് ഫുൾ എടുത്തുകൊണ്ട് നടന്നു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ബാക്കി ഓപ്പറേഷൻ കുറച്ചധികം പേർക്കുണ്ട്. ഒരു 4-5 പേർക്ക് അന്നത്തെ ദിവസം ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അവരെല്ലാം വാർഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് ആ കുഞ്ഞുങ്ങളൊന്നും അത്ര വലിയ കരച്ചിലില്ല കേട്ടോ. പക്ഷെ ഇവളുടെ കരച്ചിലേക്കുമ്പോഴത്തേക്കും എല്ലാവരും വീണ്ടും കരച്ചിൽ തുടങ്ങും. അങ്ങനെയായിരുന്നു അവസ്ഥ. ഇവള് ഫുൾ ടൈം ആ ഒരു നൈറ്റ് ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. കരഞ്ഞ് ഉപ്പാടെ വന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എപ്പോഴോ ഒരു വേദനയുടെയും പ്രശ്നങ്ങളൊക്കെ കാരണം ഞാനൊന്ന് കണ്ണടയ്ക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇഞ്ചക്ഷൻ വരും കേട്ടോ. അതായത് ട്രിപ്പും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏണിന് ഇഞ്ചക്ഷൻ വെക്കാൻ സിസ്റ്റർ വരും. അപ്പോൾ ഞാനൊന്ന് കണ്ണിലോട്ട് അങ്ങോട്ട് മയക്കം പിടിക്കുമ്പോഴായിരിക്കും അവർ കൊണ്ടുവന്ന് എന്നെ കുത്തുന്നത്. കുത്തെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കുത്താണ് കേട്ടോ. ഒരു ഭയവും കാണിക്കാത്ത കുത്തായിരുന്നു കുത്തുന്നത്. ആ ഒരു കുത്തൽ കിട്ടിക്കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു വേറൊരു കാര്യത്തിന് ഞാൻ കരഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കോ എപ്പോഴേക്കോ കുത്തലുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു ഏണിന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന് ഒരു മയവും കാണിക്കാതെ ഒറ്റ കുത്തി കയറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുത്തൽ കഴിയുന്ന സമയം എല്ലാ ദിവസവും ഞാൻ കരച്ചിലായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും കരച്ചിലായിരുന്നു. പിന്നെ ഈ ഒരു കയ്യിൽ ഇടുന്ന സംഭവങ്ങളിലെല്ലാം മരുന്ന് കയറ്റി 2 കയ്യിലും നീര് വെച്ച് പ്രശ്നങ്ങളായി. പിന്നെ അതൊക്കെ ഊരിമാറ്റി വേറെ വെയിലൊക്കെ ഇട്ടു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ നേഴ്സുമാർ യാതൊരു ദയവും കാണിച്ചിട്ടില്ല കേട്ടോ. അമ്മാതിരി കുത്തലാണ് കുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ പിറ്റേ ദിവസം റൂമിൽ കൊണ്ടുവന്നിരുന്ന ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഞാൻ കാത്തിരുന്ന നിമിഷം എന്ന് പറയുന്നത് ഹസ്ബൻഡ് കുഞ്ഞിനെ എടുക്കുന്നത് കാണാനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോഴേ ചോദിച്ചത് കുഞ്ഞിനെ എടുത്തായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. കുഞ്ഞിനെ കണ്ടപ്പോൾ അവളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തോ തോന്നി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം. അതായിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എടുത്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനൊരു ഫോട്ടോ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഏറ്റവും ഞാനൊരു ആഗ്രഹിച്ച നിമിഷം എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു നൈറ്റ് പിറ്റേന്ന് റൂമിൽ വന്ന ആ ഒരു നൈറ്റ് ഫുള്ള് ആൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെ വരെ ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രസവരക്ഷയ്ക്കും കാര്യങ്ങൾക്കും വന്നിട്ടുണ്ടായിരുന്ന ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയും ഹസ്ബൻഡും കൂടിയിട്ടാണ് അന്ന് രാത്രി ഫുള്ള് ഇവിടെ എടുത്തുകൊണ്ട് നടന്നത്. അങ്ങനെ അവർ രണ്ടാളും കൂടി എടുത്തുകൊണ്ട് നടന്ന് ആ ഒരു ദിവസം നേരം വെളുപ്പിച്ച് പിന്നെ പിറ്റേന്ന് തൊട്ട് ആൾ 28 വരെ ഉറങ്ങി തുടങ്ങി കേട്ടോ. പിറ്റേന്ന് തൊട്ട് ആൾ 28 വരെ നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആൾക്ക് ഉറക്കേ ഇല്ലായിരുന്നു. രാത്രിയെന്നില്ല പകലെന്നില്ല ആൾക്ക് ഉറക്കേ പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പേടിച്ച പോലെയൊന്നും ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല കേട്ടോ. അതായത് ഒരു ലേബർ റൂമിനകത്ത് ഞാൻ പേടിച്ച അത്ര ഭയങ്കരമൊന്നും ആയിരുന്നില്ല. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കുറേ നമ്മളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ. ബാക്കി പുറത്ത് വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു വാർഡിലെ ആൾക്കാരും അതുപോലെ തന്നെ ആ ഒരു റൂം എടുത്തപ്പോൾ അവിടെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് നേഴ്സിന്, അതായത് ആ സമയത്ത് നമ്മളെ കുത്താൻ വരുന്നത് ഇഞ്ചക്ഷനും കാര്യങ്ങൾക്കൊക്കെ വരുന്ന നേഴ്സുമാരുമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ക്രൂരതകൾ നിറഞ്ഞ ആൾക്കാരെന്ന് പറയുന്നത്. ബാക്കി ആരും അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അത്രയാണ് കേട്ടോ ആ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെന്താ പറയാനുള്ളത്?
അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ആ ഒരു 8ാം മാസത്തിൻ്റെ അവസാനത്തിൽ സ്വപ്നം കണ്ട പോലെ തന്നെയായിരുന്നു എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത്. വളരെ നേരത്തെ ആയിരുന്നു ഡെലിവറി, പക്ഷേ ആൾക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ. ആൾക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു സ്വപ്നത്തിൽ കണ്ട പോലെ പെൺകുട്ടിയായിരുന്നു, ഞങ്ങൾക്ക് ഒരു മാലാഖ കുട്ടിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയാൻ വയ്യ.